ഹലോ ഗൈസ്, ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര അടിപൊളിയാവുമെന്ന് വിചാരിച്ചില്ല ഈ ഒരു ഐറ്റം. വേറെ നല്ല കിഡിലും ടേസ്റ്റുള്ള പച്ചമാങ്ങയൊക്കെ ഇട്ട് വെച്ച ഫിഷ് മാംഗോ കറി. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെച്ചായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ കേട്ടോ. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടി വരുമ്പോഴേക്കും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് അതോടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എനിക്ക് കറിവേപ്പിലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കറിവേപ്പില ഒന്ന് മൂത്ത് വഴന്ന് വരുമ്പോഴേക്കും നമ്മളതിലേക്ക് പൊടികളിട്ട് കൊടുക്കുക. പൊടികളായിട്ട് നമ്മളിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം, ഫ്ലേവർ മാറുന്ന, അതായത് ടേസ്റ്റ് മാറുമ്പോഴേക്കും നമ്മൾ നല്ല പച്ചമാങ്ങ നീളത്തിൽ അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇനി ആ പച്ചമാങ്ങ ഒന്ന് വഴഞ്ഞ് സെറ്റായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് അത് ആ മസാലയും മാങ്ങയ്ക്കായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഉപ്പെല്ലാം നമ്മൾ ഉപ്പത്തിനിടക്ക് നോക്കണം കേട്ടോ. ഉപ്പെല്ലാം നമ്മൾ പാകത്തിന് ഇട്ട് കൊടുത്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫിഷ്, അതായത് ക്ലീൻ ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ആവോലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. നെയ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്കിവിടെ കിട്ടിയത് ആവോലിയാണ്, അതുകൊണ്ടാണ് ആവോലി യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഫിഷ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് കൂടുതൽ ഇളക്കരുത്, കാരണം ഫിഷ് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ ഒന്ന് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. നല്ലപോലെ തള വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ കയ്യിലോണ്ട് ഇളക്കുന്നതിന് പകരം ജസ്റ്റ് ചട്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. കാരണം ഫിഷ് വെന്ത് വരുമ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ അതായിക്കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഒന്നാം പാൽ, തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. അധികം കൂടുതൽ ഇളക്കാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നല്ല കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഫിഷ് മാംഗോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം. ഐഷമ്മ ഫിഷ് കറി കൂട്ടിയിട്ട് നൂൽപുട്ടുന്നുണ്ടോ? എങ്ങനെയുണ്ട്?